കെ വിജയൻ അങ്ങേക്ക് 11 മിനിറ്റ്. സർ, ഈ നിയമസഭ ഇതുപോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ഒട്ടേറെ തവണ തീരുമാനിക്കുകയുണ്ടായി. വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളെ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് പരിഹരിക്കണമെന്ന ഉത്കടമായ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനാഭിലാഷം പരിഹരിക്കാനാണ് ഇത് ചെയ്യുന്നത്. സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. ഇവിടെ അവതാരകൻ ഇത്രയേറെ ഗൗരവമേറിയ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. എവിടെയും രാഷ്ട്രീയ പ്രശ്നങ്ങളായി കാണണമെന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് ഇത് വരുന്നത്. അതിനിടയ്ക്കാണ് വന്നുപോയത് 9 വർഷം നിങ്ങൾ ഭരിച്ചു. 9 വർഷം ഓടലയ്ക്ക് വന്നതൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അത് തുടരുക തന്നെ ചെയ്യും. ഇവിടെ എടുക്കുന്ന നിലപാട് ക്ഷീരമുള്ളവർ അകിടിനും ചുവട്ടിലും ചോര തന്നെ പൊതുകൻ്റെ കൗതുകം എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഇത് നമുക്ക് യോജിച്ചു പോകാൻ കഴിയില്ല. ഈ പൊതു സമൂഹമാകെ ഇത്രയേറെ ഗൗരവമേറിയ ഒരു പ്രശ്നത്തെ അംഗീകരിക്കുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കൂട്ടായി നേരിടാം എന്നതിനെക്കുറിച്ചല്ലേ ഈ സഭ ചർച്ച ചെയ്യേണ്ടത്. അത്രയേറെ വേദന പൊതുസമൂഹത്തിന് കേരളത്തിലുള്ളതല്ലേ. അതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾ ഉൾക്കൊണ്ടില്ലല്ലോ. എന്ത് പ്രയാസമാണ് കേരളീയ സമൂഹം നേരിടുന്നത്, അതിനെ നേരിടുന്നതിന് ക്രിയാത്മകമായ നിർദ്ദേശം വെച്ചുകൊണ്ട് നമുക്കൊരു ചർച്ച ചെയ്ത് പൊതു തീരുമാനമെടുക്കണം. അതാണല്ലോ ഗവൺമെൻറ്റിൻ്റെ സമീപനം. ആ നിലയിലേക്കാണ് പോകേണ്ടത്. അതോടൊപ്പം പ്രിയപ്പെട്ട റോജിയും ഇവിടെ സൂചിപ്പിച്ചു. ഏത് ഞാൻ ഇത്തരം വിഷയങ്ങളൊന്നും അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു സമീപനം എടുക്കാറില്ല. പ്രതാപവർമ്മത്തമ്പാൻ ആരെ കുത്തിയത്? KSU ക്യാമ്പിൽ ലഹരി വിതരണം ചെയ്ത ആരാ? നമ്മൾ ആ വിഷയങ്ങളിലേക്ക് ചർച്ച ചെയ്യുന്ന നിലപാട് ഞാൻ പറഞ്ഞല്ലോ സ്വീകരിക്കാറില്ല. അങ്ങനെ ചർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത്. നിങ്ങൾ ഇതിൻ്റെ ഗൗരവത്തെ നിങ്ങൾ ഇല്ലാതാക്കരുത്. വളരെ മനോഹരമായ വിഷ്ണുനാഥ് ഈ ലഹരിയുടെ വിഷയം ഇവിടെ ചർച്ച ചെയ്യുകയും ഗൗരവപൂർവ്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ സഭയും അത് ചർച്ച ചെയ്തതല്ലേ. എന്തിനാ ഇങ്ങനെ വക്രീകരിച്ച് ഈ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പരിശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ എന്താണ് അതിന് ചേതോവികാരം എന്നുള്ളത്. സർ, പുതിയ തലമുറ ജൻസികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അത് ജൻസി ആൽഫ ആയി മാറിയിട്ടുണ്ട്. സാമൂഹ്യ ബന്ധങ്ങളെയോ പൊതുവായി നാം സ്വീകരിച്ച നിലപാടുകളെയോ നമ്മുടെ കുടുംബ ബന്ധങ്ങളെയോ ഒന്നും സ്വീകരിക്കാത്ത നിലയിലേക്ക് നേരത്തെ ഇവിടെ സുമത് പറഞ്ഞതുപോലെ ഉള്ളൊരു തലമുറയായി വരികയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് സാഹചര്യങ്ങൾ. അപ്പോൾ ഇതിനെ എങ്ങനെ കുടുംബവും സമൂഹവുമായി ബന്ധിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നതിനെക്കുറിച്ചൊരു ശാസ്ത്രീയ പഠനം നമുക്ക് അനിവാര്യമാണ്. അതിലേക്കാണ് നാം ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. ഇതൊരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നവുമല്ല. ഇതിനെ സ്വാധീനിക്കും. അമേരിക്കയിൽ അതുപോലുള്ള രാജ്യങ്ങളിലും കുട്ടികൾ സഹപാഠികളെ വെടിവെച്ച് കൊല്ലുന്ന വാർത്തകൾ നമ്മൾ നേരത്തെ വായിച്ച് മനസ്സിലാക്കിയവരാണ്. അതോടൊപ്പം സഭയിൽ പറയാൻ കൊള്ളില്ലെങ്കിലും വാർത്ത വന്ന സാഹചര്യത്തിൽ അമ്മമാർ കുട്ടികൾക്ക് ഗർഭനിരോധന ഗുളികകളും കൊടുത്ത് കുട്ടികളെ അയക്കുന്നു സ്കൂളിലേക്ക്, കോളേജിലേക്ക് എന്നും വാർത്ത അതിൻ്റെ ഭാഗമായി വന്നിരുന്നു. അവിടെ നിന്ന് അത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഇവിടെയും ഇപ്പോൾ വിവിധങ്ങളായ ലഹരി വസ്തുക്കൾ, ബ്രൗൺ ഷുഗർ, MDMA, ഹാഷിഷ്, കൊക്കയിൽ, കഞ്ചാവ്, ചരസ്, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് പലവിധ മാർഗ്ഗങ്ങളിലൂടെ. ഇപ്പം പത്രമാധ്യമങ്ങളിലൂടെ വരുന്നത് ഗുജറാത്താണ് അതിൻ്റെ കേന്ദ്രം. ഗുജറാത്തിലെ തുറമുഖത്തിലൂടെയാണ് കോടാനുകോടി രൂപയുടെ ലഹരി വസ്തുക്കൾ കടന്നു വരുന്നത്. അത് ഒരു ഫാസിസത്തിൻ്റെ ഹിറ്റ്ലർ എടുക്കുന്ന നിലപാട് പോലെ ക്യാച്ച് ദ മാൻ, ചെറുപ്പക്കാരെ സ്വാധീനിക്കാനുള്ള പരിശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ക്യാമ്പസുകളിലേക്ക്, കോളേജുകളിലും സ്കൂളുകളിലും അതിനെ ആളുകളെ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുവരുന്ന വലിയൊരു ശ്രമം നടത്തുകയാണ്. അതിൽ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇതിന് എത്രമാത്രം നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം. പ്രത്യേകിച്ച് ഈ താമരശ്ശേരിയിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും ശരിയാവാൻ ഇത് അങ്ങനെ പറ്റില്ല കേട്ടോ. അദ്ദേഹം പറയട്ടെ, ഇനി ഇത് പറ്റില്ല. അദ്ദേഹം പറ, ഡോക്ടർ ജയരാജ് സാർ പറ. അദ്ദേഹം പറഞ്ഞു വെച്ചതിനകത്ത് ചെറിയ കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ വിദ്യാഭ്യാസത്തിൽ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന നമ്മുടെ IQ-നാണ്. IQ-ൻ്റെ ഭാഗമുള്ളൂ. പക്ഷേ വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി EQ-ൻ്റെ ഒരു ഫാക്ടറുണ്ട്. ഇമോഷണലായിട്ടുള്ള ക്വസ്റ്റ്യൻ അത് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയാതെ പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ നിൽക്കുകയാണ്. മാത്രമല്ല പിന്നെ വാല്യൂസ് ഉണ്ടായിരുന്നു. ആ വാല്യൂസ് യഥാർത്ഥത്തിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ വാല്യൂസ് തിരികെ പിടിക്കാനുള്ളൊരു ശ്രമങ്ങളും ഇമോഷണലായിട്ടുള്ള കൂടുതൽ കോൺഷ്യൻറ്റിലേക്ക് കുട്ടികൾ മാറാനുള്ള സംവിധാനം യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തേണ്ടതല്ലേ എന്ന ചോദ്യം. സർ, ഞാൻ പറഞ്ഞു വന്നത് ഈ താമരശ്ശേരിയിലും വെഞ്ഞാറമൂടുമുണ്ടായ സംഭവത്തെ തുടർന്നാണ് നമ്മുടെ കുട്ടികൾ
അത്ര ആക്രമണവാസകളിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, കുടുംബ ബന്ധങ്ങളിലൊക്കെ തന്നെ ഒരു മാറ്റം വരികയാണ്. നേരത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി, അണുകുടുംബത്തിൽ നിന്ന് മാറി, ഇപ്പോൾ വീടുകളിൽ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് അച്ഛനോ അല്ലെങ്കിൽ ആരോ അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല. പലർക്കും ജോലിയാണ്. അതുകൊണ്ട് കുട്ടികളെ നോക്കുന്നതിൽ, ശ്രദ്ധിക്കുന്നതിലൊക്കെ തന്നെ താല്പര്യക്കുറവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സമയക്കുറവ് വരുന്നുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരികയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ധാരണ വരണം. നമ്മൾ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ബന്ധമുള്ളതാണ് ഈ കുടുംബ ബന്ധം. അത് നമുക്കില്ല. കുട്ടികളോട് അച്ഛനും അമ്മയും സംസാരിക്കുന്ന നിലപാടുകളില്ല. പണ്ട് മുത്തശ്ശി കഥകൾ പറഞ്ഞ് കുട്ടികളെ പൊതു നന്മ ലാക്കാക്കിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നാം പുറകോട്ട് പോയി. ഇപ്പോൾ നമ്മുടെ മിക്കവാറും വീടുകളെടുത്ത് പരിശോധിച്ചാലും കുട്ടികൾ ഓട് സംസാരിക്കാനില്ല. വീട്ടിലാരും തന്നെ സംസാരിക്കുന്നില്ല. അച്ഛൻ വന്നു, അമ്മ വന്നു, അവർക്ക് തിരക്ക്, അല്ലെങ്കിൽ അച്ഛൻ സ്ഥലത്തില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ വരുന്നതിന് ഒരു അകൽച്ച വല്ലാതെ കുട്ടികൾ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത്തരം പ്രശ്നങ്ങളെല്ലാം വല്ലാതെ ജീവിതത്തിന് അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് നമ്മൾ നല്ലൊരു പഠനം നടത്തേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൽ ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മണവും മമതയും വെളിച്ചവും ഇത്തിരി കൊന്നപ്പൂവും എന്ന് വൈലോപ്പള്ളി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണെങ്കിൽ പോലും ഇന്നത്തെ സമൂഹം കുട്ടികളങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് നമുക്കൊരു ശ്രമം വേണം. സ്കൂളുകളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുശക്തമായ PTA, അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ. ഇപ്പോൾ അധ്യാപകർക്ക് പേടിയാണ്, കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമുക്ക്, എൻ്റെയൊക്കെ പഠന കാലയളവിലൊക്കെ അധ്യാപകരെ നമുക്ക് ഏറെ ബഹുമാനവും പേടിയും, വടി കയ്യിലുണ്ടായാൽ മതി, അടിക്കേണ്ടതില്ല, ഇന്ന് തൊടാൻ കഴിയില്ല, തെറ്റ് കണ്ടാൽ കഴിയില്ല, കുട്ടികളുടെ ബാഗ് അധ്യാപകന് പരിശോധിക്കാൻ കഴിയില്ല. അപ്പയ്ക്ക് ബാലാവകാശ കമ്മീഷനൊക്കെ ഇടപെടും. അതിൻ്റെ ഭാഗമായി അധ്യാപകരുടെ ശ്രദ്ധ വളരെ കുറയുന്നു. അവർക്ക് ശ്രദ്ധിക്കണമെന്ന് മനസ്സിലുണ്ട്, പക്ഷേ പേടിയാണ്, കേസിൽ പെട്ടുപോകുമെന്ന് പേടിയാണ്. അത്തരം പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ PTA ശക്തിപ്പെടുത്തണം. വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയതെല്ലാം തന്നെ മറ്റ് വേദികളിലെല്ലാം ലഹരിക്കെതിരെ തുടങ്ങുമ്പോൾ വിപുലമായ യോഗങ്ങളിലൊക്കെ തന്നെ ഒരു 10 മിനിറ്റ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണമെങ്കിലേ ഇതിൽ നിന്ന് മോചിതമാകാൻ കഴിയൂ. അത്ര എളുപ്പത്തിൽ കഴിയുന്നതല്ല. നല്ല ശ്രമം നടത്തിയാലേ കഴിയൂ. ഇതൊരു സാർവദേശീയ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. അതിനെ തടയാനുള്ള അതിനെ നേരിടാനുള്ള സമീപനമാണ് വേണ്ടത്. പിന്നെ ഈ കോവിഡിന് ശേഷം നമ്മുടെ ഈ മൊബൈൽ ഫോണ് അതുപോലുള്ള ഡിവൈസുകളെല്ലാം നമ്മുടെ എല്ലാവരെയും കുട്ടികളുടെ കയ്യിലുണ്ട്. നേരത്തെ ഒരു സിനിമ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ വലിയ പ്രയാസമായിരുന്നു. ഇപ്പോൾ സാമാന്യ പൈസയുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് കുടുംബജീവിതത്തിൽ. ഇപ്പോൾ അതുകൊണ്ടല്ല അവരുടെ വിരൽത്തുമ്പിലാണ് സിനിമ കാണുന്നത്. ഏത് സിനിമ കാണണമെന്ന് സഹപാഠികളോ സ്കൂളിൽ നിന്നോ മനസ്സിലാക്കിക്കൊണ്ട് നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ കുട്ടികൾ കാണാൻ പാടില്ലാത്ത സിനിമ കാണുന്നു. അതിൽ പ്രത്യേകിച്ച് വയലൻസ് ഉള്ള സിനിമകൾ അവർ കാണുന്നു. അത് തന്നെ നേരത്തെയുള്ള വീടിൻ്റെ സ്ഥിതിയല്ല ഉള്ളത്. കുട്ടികൾ പഠിക്കുകയാണെന്ന ധാരണയിൽ വാതിലടച്ച് കുട്ടികളവിടെ പഠിക്കുന്നു. അത് നോക്കുന്നവരെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളാണ്. അവരത് നോക്കുമ്പോൾ, അമ്മ പോയി നോക്കുമ്പോൾ, കാരണം അച്ഛൻ വീട്ടിലില്ല, നോക്കുമ്പോൾ പഠിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഭക്ഷണം കഴിക്കാൻ പോലും വരുന്നില്ല. പക്ഷേ അവർ ശ്രദ്ധിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള നല്ലൊരു കാഴ്ചപ്പാട് ഇതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. പിന്നെ പണം, ഇപ്പം നേരത്തെ ഉള്ളതിൽ നിന്ന് മാറി കുട്ടികൾക്ക് പണം വേണം. പല കുട്ടികളുടെ കയ്യിലും പണമുണ്ട്. പണമില്ലെങ്കിൽ രക്ഷിതാവുമായി അമ്മയുമായി ശണ്ട കൂടുന്നു. അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള സൗകര്യമാണ് പിന്നെ ലഹരിയുടെ. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നു. അതിൻ്റെ കൂടെ ലഹരി വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണം കിട്ടും. അതിലേക്ക് അവരെ കൊണ്ടുപോകുന്ന സമീപനങ്ങളായി ഇത് വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ, ഇതിൽ നിന്ന് നേരിട്ട് മുന്നോട്ട് ഒഴിവാക്കി കൊണ്ടുപോകാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള നല്ല ശ്രമം ഉണ്ടാവണം. പിന്നെയുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഉയർന്നു വരുന്നതാണ് ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പോക്സോ കേസുകൾ വല്ലാണ്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ വർദ്ധിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞാൽ ഈ സമീപകാലത്തല്ല, കുറേ വർഷങ്ങളായി. പക്ഷേ ഇപ്പോഴാണ് ജാഗ്രതയോടെ അതിൻ്റെ നിലപാട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസുകൾ പിടിക്കാനും ശിക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് വന്നത്.
നേരത്തെ നമ്മുടെ നാട്ടിലെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞോ പൈസ കൊടുത്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണെങ്കിൽ ഇന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അതിന് ശിക്ഷ കൊടുക്കുന്ന രീതിയിലേക്ക് 50 വർഷം 60 വർഷം 70 വർഷം കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ മാറ്റം കേരളത്തിൽ വന്നു. ഇത് നേരത്തെ ഉള്ളതാണ്. പക്ഷേ അതിനൊരു വലിയ തോതിൽ ഇപ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛനെയും അമ്മയും ഉമ്മയും ബാപ്പയും തിരിച്ചറിയാനുള്ള ഒരു സമീപനത്തിലേക്ക് വരുന്നുണ്ട്. അതിൽ തീർച്ചയായും നമ്മൾ സ്കൂളുകളിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്റ്റുഡൻറ്റ് പോലീസ്, NCC അതുപോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ കുട്ടികളെ കൊണ്ടുവരണം. കുട്ടികൾക്ക് കളിക്കാനുള്ള അത്തരം വേദികളിലേക്ക് അവരെ എത്തിക്കാനുള്ള സമീപനവും വരേണ്ടതുണ്ട്. കുടുംബാന്തരീക്ഷത്തിൽ ഇതിനെ കൊണ്ടുവരാനുള്ള നല്ല മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തണം. വീട്ടുകൾ ഇപ്പോൾ എൻ്റെ മകൻ ചെയ്താൽ ഞാൻ പറയുക അവനങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, അമ്മ പറയും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഒരു സിനിമ എടുത്തിറങ്ങിയിരുന്നു, കുറച്ച് MLA മാരത് പോയി കണ്ടിരുന്നു. അതിന് നിർമ്മാണം സംവിധാനം തുടങ്ങിയ വിഷയങ്ങളെല്ലാം വളരെ തീമായിരുന്നു. വളരെ നന്നായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നം, അമ്മയുടെ പ്രശ്നം എന്താണ്, അച്ഛൻ്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രശ്നം എന്താണ്. ആ കുട്ടി നേരിട്ട് ഒരിക്കലും തന്നെ എവിടെ പോയാലും അത് നിഷേധിക്കും. അത്തരൊരു സാഹചര്യത്തിൽ നമുക്കിത് എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് കൂടി ആലോചിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും വളരെ ഗൗരവപൂർവ്വം ഈ സഭ ഇങ്ങനൊരു ചർച്ചയ്ക്ക് കൊണ്ടുവന്നതിൽ സ്വാഗതാർഹമാണ്. കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നതാണ്. ഇതിനെ നേരിടാൻ തീർച്ചയായും ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ശേഷം ഇതിനെ നേരിടാനുള്ള കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.